നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ വളരെ പ്രത്യേകതയേറിയ സിനിമയാണെന്ന് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അടുത്ത സിനിമ നമുക്ക് നല്ലൊരു പ്രത്യേകതയുള്ള സിനിമ ചെയ്യണം. എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ വൺ ലൈൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പ്രത്യേക തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ജോലിയിൽ നിന്ന് വിരമിക്കണമെന്ന് തോന്നാണ്. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനായി അങ്ങനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ജോലി നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ജോലി ആയിരിക്കില്ല. അതെങ്ങനെയാന്ന് സിനിമ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു ജോലിയിൽ നിന്ന് പുറത്തിറങ്ങാനായി ശ്രമിക്കുന്ന ഹീറോക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാവുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ആക്ഷൻ സീൻസും അടിയും പിടിയും അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളാരും നിരുത്സാഹപ്പെടില്ല എന്ന് എനിക്കൊരു ഉറപ്പ് തരാനായി പറ്റും. എന്നാൽ പിന്നെ നമുക്ക് 2012 റിലീസ് ചെയ്ത എ കമ്പനി മാൻ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു വാനിൽ രണ്ടാളുകൾ അങ്ങനെ ഇരിക്കുകയാണ്. അവരെന്തോ ഒരു സാധനം ഡെലിവറി കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിലൊരാൾ മാനേജറും തൊപ്പിട്ടയാൾ ജോലിക്കാരനുമാണ്. ഈ മാനേജറാണ് നമ്മുടെ ഹീറോ. അങ്ങേരുടെ പേരാണ് കിം. ഈ ജോലി ചെയ്യുന്ന പയ്യന്റെ പേര് ലീ എന്നാണ്. ലീ കിമ്മിനോട് ചോദിക്കും, കമ്പനിയോടൊന്ന് പറഞ്ഞ് എൻ്റെ സാലറി ഒന്ന് കൂട്ടിത്തരാനായി പറയോ, എനിക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ കാശ് ഉണ്ടാക്കണം. ഞാൻ പെർമനന്റ് അല്ലാത്ത ആളായതുകൊണ്ട് എപ്പോഴാണ് പുറത്താവുക എന്ന് പറയാനായി പറ്റില്ല. കിമ്മി ചോദിക്കും, നീ ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ട് നിനക്കെന്താ ഇത്രയും ആവശ്യം? അതിനവൻ പറയും, എനിക്ക് അമേരിക്കയിൽ പോകണം, അവിടെ ലോസ് ആഞ്ചലസ്, മയാമി അവിടേക്ക് പോയിട്ട് പെണ്ണുങ്ങളുടെ കൂടെ എങ്ങനെ അടിച്ചു പൊളിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്ന നേരം കിം പറയും, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹം. അതിനവൻ പറയും, പാട്ടുകാരുടെ കാര്യമൊക്കെ കട്ടപ്പുകയാണ്. അവരുടെ ഫെയിം നഷ്ടപ്പെട്ടാല് പിന്നെ കാശൊന്നും ഉണ്ടാക്കാനായി പറ്റില്ല, പിന്നെ നല്ലപോലെ ജീവിക്കാൻ പോലും പറ്റില്ല. അതിന് നീയൊരു പാട്ടുകാരനാണോ എന്ന് ഹീറോ തിരിച്ചു ചോദിക്കുന്ന നേരം അവന് പിന്നെ ഒന്നും സംസാരിക്കാനായില്ല. എന്തായാലും ഡെലിവറി കൊടുക്കാനുള്ള സമയമായി. ലീ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ചെന്ന് അവിടെയുള്ള ലിഫ്റ്റിൽ കയറുമ്പോൾ അതിൽ 2 പോലീസുകാരുണ്ട്. അവരാണെങ്കിൽ അവനെക്കുറിച്ച് മോശമായിട്ട് അങ്ങനെ സംസാരിക്കുക. എടാ നീ എന്താടാ നിന്റെ പെട്ടി ഇങ്ങനെ കൊണ്ട് ചെല്ലുന്നത്? നീ ഒരു ഡെലിവറി ബോയ് അല്ലേ? ഇതൊക്കെ നല്ലപോലെ നോക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതെല്ലാം പെട്ടിയിലാക്കുന്നത് ഞാനല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ദേഷ്യത്തിൽ പോലീസുകാരൻ അവന്റെ തലക്കിട്ടൊന്ന് കൊടുക്കും. പക്ഷെ അതിനൊന്നും സംസാരിക്കാതെ അവൻ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. പോലീസുകാരാണെങ്കിൽ തൊട്ട് മേലെയുള്ള നിലയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എന്താണ് കലാപരിപാടി എന്ന് വെച്ചാൽ, ഏതോ ഒരു വലിയ ക്രിമിനൽ ഉണ്ട്. അവന് ഇന്ന് എന്തോ ചോദ്യം ചെയ്യാനോ തെളിവെടുക്കാനോ അങ്ങനെ എന്തിനോ കൊണ്ടുപോവാണ്. പക്ഷെ അവന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലേല് അത് വലിയ പണിയാകും. അതുകൊണ്ട് കുറെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നേരത്താണ് ലീ അങ്ങോട്ട് പെട്ടിയായിട്ട് കയറി വരുന്നത്. എടാ നീ ഏതാടാ, നീ എന്തിനാ ഒരു പെട്ടിയായിട്ട് ഇങ്ങോട്ട് വരുന്നത്? എന്തായാലും കുറച്ചു നേരത്തേക്ക് ആ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു പറഞ്ഞ് അവനെ മതിലിനടുത്തേക്ക് നിർത്തും. എന്നാൽ ഈ നേരത്താണ് അവന്റെ പെട്ടിയില്ലേ കയ്യിലുള്ള, അതിനകത്തേക്ക് അവൻ കൈ വെച്ചിരിക്കുന്ന ഒരു പോലീസുകാരൻ കാണുന്നത്. പോലീസുകാരൻ എന്തോ ഒരു കാര്യം മനസ്സിലായി. പക്ഷെ അതിനു മുന്നേ ആ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവന്റെ ഗണ്ണെടുത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്യാനായി തുടങ്ങി. പോലീസുകാരെല്ലാവരും തിരിച്ച് ഷൂട്ട് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവൻ അപ്പോഴേക്ക് എല്ലാവരെയും ഷൂട്ട് ചെയ്യുക. ഓടി ചാടി മറിഞ്ഞ് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊന്ന് ഏറ്റവും അവസാനം ആ ക്രിമിനൽ ഇല്ലായിരുന്നോ അവനെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ താഴെ നിൽക്കുന്ന ഹീറോയോട് പണിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ഏതോ ഒരുത്തൻ വന്ന് അവനെ പിടിച്ച് താഴേക്ക് ഒരു ഒറ്റ ഇടലാണ്. താഴെ അടിച്ചവൻ വീഴും. വേദന കൊണ്ട് അവൻ അനങ്ങാൻ പോലും പറ്റില്ല. അപ്പോഴാണ് ഈ തള്ളിയിട്ടയാൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതാരാന്ന് നോക്കിയാൽ അത് ഹീറോയാണ്. എടാ ഞാൻ ഈ ചെയ്ത കാര്യത്തിൽ നീ ഒന്ന് വിചാരിക്കല്ലേ, നമ്മുടെ കമ്പനി പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കഴുത്ത് ഞെരിക്കാനായി പോകുന്ന നേരം അവൻ പറയും, നിങ്ങൾക്ക് എനിക്കൊരു സഹായം ചെയ്യാനായി പറ്റുമോ എന്ന്. ചാവാൻ പോകുന്നവൻ എന്ത് സഹായം ചെയ്യാനാ? ഹീറോ ഒറ്റയടിക്ക് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോകുന്ന നേരം പോലീസുകാരാണെങ്കിൽ അവിടെ എല്ലാം കൂടിയിട്ടുണ്ട്. ഇമാതിരി ഷൂട്ടൗട്ടിന്റെ ശബ്ദം കേട്ടാൽ പിന്നെ പോലീസുകാർ എന്തായാലും എത്തില്ലേ. മാത്രമല്ല പോലീസുകാരാണല്ലോ ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹീറോയാണെങ്കിൽ അവന്മാരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് മെല്ലെ വാനിൽ കയറി പോകുന്ന നേരം ഒരു ഡിറ്റക്റ്റീവ് പോലീസുകാരൻ മാത്രം ഹീറോയെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങേരെ അത് കാര്യമാക്കില്ല. അങ്ങനെ അവിടുന്ന് പോകുന്ന വഴിക്ക് വേൻ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തുന്ന നേരം 2 ആളുകൾ വന്ന് വാനിന്റെ സ്റ്റിക്കർ എല്ലാം പറിക്കും. അപ്പൊ അത് മറ്റൊരു കമ്പനിയുടെ വാനായി. എന്തായാലും അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്കാണ്. കമ്പനിയുടെ പരിപാടി എന്താന്ന് വെച്ചാൽ സ്റ്റീൽ വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതെന്താന്ന് ചോദിക്കരുത്, വലിയ വലിയ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് അവരുടെ പരിപാടി. പുറത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു കൊലയാളി കമ്പനിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയോട് പറഞ്ഞാൽ അവർ വളരെ ക്ലീനായ ആളുകളെ എല്ലാവരെയും കൊന്നുകളയും. ഹീറോ അവിടുത്തെ മാനേജർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ബഹുമാനാണ്. എന്നാൽ അകത്തേക്ക് ചെല്ലുന്ന ഹീറോ അവിടെ വെച്ചിരുന്ന ഒരു സീക്രട്ട് റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. അവിടെ ഒരു ലേഡി ഗണ്ണെല്ലാം തുടച്ചു വെക്കുന്നുണ്ട്. അവരാണ് ഈ കമ്പനിയുടെ ഗണ്ണെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഹീറോ ചെന്ന് ഒപ്പിട്ടോണ്ടിരിക്കുമ്പോഴാണ് ബോസ് വന്ന് ചോദിക്കുക, നീ എന്താണ് ഇന്ന് നേരം വൈകിയെന്ന്. അതിന് ഹീറോ പറയാ സോറി എന്നാണ്. എന്നാൽ ഈ സോറി അങ്ങേർക്ക് അത്രക്കങ്ങ് ഇഷ്ടമായില്ല. നീ എന്താണ് നേരം വൈകിയെന്ന് അങ്ങേര് ഒന്നുകൂടെ ചോദിക്കും. എന്നാൽ അപ്പോഴും സോറി എന്ന് മാത്രമാണ് പറയാ. ഇനിയും ചോദിച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്ന നേരം അങ്ങേര് പിന്നെ കൂടുതലൊന്നും ചോദിക്കില്ല. അവിടെ വെച്ച് ഹീറോ നേരെ ചെല്ലുന്നത് ഈ കമ്പനിയിൽ പണ്ട് ജോലി ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ റിട്ടയർ ആയിരിക്കുന്ന ഒരാളെ കാണാനാണ്. അങ്ങേരായിരുന്നു പണ്ട് ഹീറോയെ ആ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത്. അങ്ങേര് അതിന് പറയുന്ന കാരണം എന്താന്ന് വെച്ചാൽ,
നീ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കില്ല. നിനക്ക് തരുന്ന ജോലി നീ അതുപോലെ തന്നെ ചെയ്യും. എന്നാൽ ഈ നേരത്തെ ഹീറോ ചോദിക്കും, നിങ്ങൾ ഈ ജോലി നിർത്താനുള്ള കാരണം എന്തായിരുന്നു? സംഗതി എന്താന്ന് വെച്ചാ, അങ്ങേര് പണ്ടൊരുത്തനെ കൊല്ലാനായി പോയപ്പോൾ അവൻ മരിക്കാൻ നേരത്ത് അവന്റെ അപേക്ഷ കേട്ടപ്പോൾ അവന് വീണ്ടും ജീവിക്കണമെന്ന് തോന്നിയെന്ന് അങ്ങേർക്ക് തോന്നി. ആ ഒരു നേരത്താണ് അങ്ങേർക്ക് ഈ ജോലിയെല്ലാം വിട്ട് മനസമാധാനമായി ജീവിക്കണമെന്ന് തോന്നിയേ. അങ്ങനെയാണ് അങ്ങേര് ജോലിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഹീറോ പറയും, ഞാൻ ലീ എന്നൊരു പയ്യനെ ജോലിക്ക് എടുത്തിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു. പക്ഷെ ആ ഒരു അവസരത്തിൽ അവൻ എന്നോട് ഒരു ആഗ്രഹം ചോദിച്ചു. അതെനിക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. അതിന് അങ്ങേര് പറയും, നിനക്കെന്താ ഇപ്പം അങ്ങനെയെല്ലാം തോന്നുന്നത്? ഈ ഒരു ജോലിയിൽ നിന്ന് നിനക്കും പുറത്തിറങ്ങാനായി തോന്നുന്നുണ്ടോ? അതിന് ഹീറോ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും, നിങ്ങൾ അന്ന് നിങ്ങളോട് അപേക്ഷിച്ചവനെ എന്തായിരുന്നു ചെയ്തിരുന്നത്? അതിന് അങ്ങേര് പറയും, അതിൻ്റെ ഒരു ജോലിയായിരുന്നില്ലേ, ഞാൻ അവനെ കൊന്നളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങേര് ഇതെന്തൊക്കെയാ പറയുന്നതെന്ന്. പക്ഷെ അവർക്കത് അങ്ങനെയൊക്കെയാണ്. ഈ റിട്ടയർ ആയ അങ്ങേരുടെ കയ്യിൽ ഒരു പെരുത്ത കാറൊക്കെ ഉണ്ട്. അത് കാണുന്ന ഹീറോക്ക് വലിയ ഇഷ്ടാകും. അതിന് അങ്ങേര് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ നിനക്കല്ലേ? ഈ നേരം പോലീസുകാർ ആ കൊലപാതകം ചെയ്തയാൾ ആരാന്ന് കണ്ടുപിടിക്കാനായി CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലീയുടെ ഫൂട്ടേജ് കിട്ടി. പക്ഷെ അവൻ ആരാന്ന് കണ്ടുപിടിക്കാനായി പറ്റുന്നില്ല. അവന്റെ ഒരു ഡാറ്റയും എവിടെയും കാണാനായി പറ്റുന്നില്ല. ഈ നേരം ഹീറോ നേരെ ലീയുടെ കുടുംബത്തെ കാണാനാണ് പോകുന്നത്. ലീ അവസാനമായി എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചില്ലായിരുന്നോ? അത് ചെയ്തു കൊടുക്കാനാണ് പോകുന്നത്. അങ്ങനെ അവന്റെ ലൊക്കേഷനിലെത്തി അവന്റെ പെങ്ങളോട് തന്നെ നിന്റെ അമ്മ എവിടെ പോയെന്ന് ചോദിക്കുന്ന നേരം അവള് പറയും, എന്റെ അമ്മയൊക്കെ മരിച്ചു പോയെന്ന്. അതിന് ഹീറോ നിന്റെ അമ്മ എവിടെയെന്ന് ഒന്നുകൂടെ ചോദിക്കും. അന്നേരം അവളുടെ കൂടെ 3 ശിങ്കിടികളുണ്ട്. അവരവനോട് ചോദിക്കും, ഇവള് പറഞ്ഞില്ലേ അവളുടെ അമ്മ മരിച്ചു പോയെന്ന്, പിന്നെ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്നാ ഹീറോ ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ 2 എണ്ണം കൊടുക്കാമെന്നും വിചാരിച്ചുകൊണ്ട് ചെല്ലും. എന്നാൽ ഇങ്ങനെ ഒരു കൊലപാതക ടീമിന്റെ കൂടെ നിൽക്കുന്ന ഹീറോയോട് കളിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഓരോന്നിനെ അടിച്ചോണ്ട് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇട്ടോണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അവൾക്ക് മനസ്സിലായി ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന്. അതോടെ അമ്മ എവിടെയാന്ന് പറഞ്ഞെടുക്കും. അങ്ങനെ അമ്മയെ കണ്ടു പറയും, നിങ്ങളുടെ മകൻ ലീ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവനിപ്പോൾ വിദേശത്തേക്ക് ഒരു ആവശ്യത്തിന് പോയതാണ്. അവൻ കുറച്ച് കാശ് നിങ്ങളുടെ കയ്യിലേക്ക് തരണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കയ്യിലെ കവർ കൊടുക്കുന്ന നേരം അത് തുറന്നു നോക്കുന്ന അമ്മ കാണുന്നത് അതിൽ ഇഷ്ടം പോലെ കാശാണ്. എന്നാൽ മകൻ ഇതുപോലെ ഒരു ജോലിക്ക് പോയെന്നുള്ള കാര്യം അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലല്ലോ. മകൻ ജീവനോട് ഇരിപ്പില്ല എന്നുള്ള കാര്യവും അമ്മക്കറിയില്ല. എന്തായാലും മകൻ ഒരു ജോലിക്കൊക്കെ പോയി കാശൊക്കെ അയച്ചു കൊടുത്താൽ അല്ലേ? അതിന്റെ സന്തോഷത്തില് ഹീറോയെ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മകൾ എങ്ങോട്ടോ പോകാനായി ഇറങ്ങിപ്പോകുന്നത്. നീ എങ്ങോട്ടാടി ഇറങ്ങിപ്പോണേന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ ഇതപ്പ വരാം, ഞാൻ ഒരു സ്ഥലം വരെ പോവാണെന്ന്. അതിന് അമ്മ പറയും, ഇപ്പൊ വരാന്ന് പറഞ്ഞ് നീ നാളെ രാവിലെയല്ലേ ഇങ്ങോട്ട് വരാനായി പോകുന്നത്? ദേഷ്യത്തിൽ മകള് പറയും, നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നത്? ഞാൻ എന്തേലും ചെയ്തോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? എന്റെ പ്രായത്തിൽ നിങ്ങൾ പാട്ടും പാടി നടന്നല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എന്തുണ്ടായി? ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. കുറെ അവിഞ്ഞ പാട്ടുകളും പാടി നടന്നു എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പോഴാണ് ഹീറോ ചിന്തിക്കുന്നത്, വേനയിൽ വെച്ച് ലീ പറഞ്ഞില്ലായിരുന്നോ പാട്ടുകാരുടെ ജീവിതം ഫെയിമെല്ലാം പോയാല് പിന്നെ കട്ടപ്പുകയായിരിക്കുമെന്ന്? അവൻ അവന്റെ അമ്മയുടെ കാര്യം തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ആ നേരത്താണ് മകള് ചെന്ന് അമ്മയുടെ പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നത്. അമ്മയെ കളിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാ, ഈ ഒരു പാട്ട് കേട്ടപ്പോ ഹീറോ കുറെ വർഷങ്ങൾ പിന്നിലേക്ക് ഒരു ഒറ്റ പോക്കാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ലീയുടെ ഈ ഒരു അമ്മ യു എന്ന പേര് അറിയപ്പെട്ടിരുന്ന ഒരു പാട്ടുകാരിയായിരുന്നു. ഹീറോയാണേല് അവളുടെ വലിയൊരു ആരാധകനുമായിരുന്നു. അവൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഹീറോ കാണാൻ പോകാറുണ്ട്. മാത്രമല്ല അവളുടെ പാട്ടിന്റെ കാസറ്റുകളെല്ലാം കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയാലെ ഹീറോ അവളുടെ പണ്ടുള്ള കാസറ്റുകളെല്ലാം എടുത്ത് അതിലെ പാട്ടെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്ന നേരം കമ്പനിയുടെ മുതലാളി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് മുതലാളി ഒരു പ്രത്യേക തരം ജോലി ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. പ്രത്യേക തരം ജോലി എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലേണ്ട പണി തന്നെയാണ്. പക്ഷെ കൊല്ലേണ്ടത് ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനെയാണ്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം കാർ ആക്സിഡന്റ് ആയി ഭാര്യയും മകനും മരിക്കുന്നത്. അതോടുകൂടെ പിന്നെ ജീവിതം അങ്ങേർക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അങ്ങേര് കമ്പനിയിലേക്ക് ജോലി ചെയ്യാനായി വരുന്നില്ല. അതാണേലും വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങേര് കുറ്റബോധം കൊണ്ട് ഈ ഒരു കമ്പനിയെക്കുറിച്ച് പോലീസുകാർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താല് പിന്നെ പണി കിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം അങ്ങേര് ഒന്ന് വാച്ച് ചെയ്ത് നിരീക്ഷിച്ച് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ അങ്ങേരെ കൊല്ലാനായി ഹീറോക്ക് ഒരു ഓർഡർ കൊടുക്കും. ഹീറോ വിചാരിക്കുമ്പോൾ തന്നെ കൊല്ലാനായി പറ്റില്ല. പക്ഷെ പെർമിഷൻ കിട്ടിയാൽ കൊല്ലാനായി പറ്റും. എന്തായാലും അന്ന് തന്നെ ഹീറോ അങ്ങേരെ കുറിച്ച് അന്വേഷിക്കാനായി പോവാണ്. ഈ നേരത്ത് അങ്ങേരാണേല് ഏതോ ഒരു കഫേയിൽ വന്ന് ഒരു ചെറിയ കുഞ്ഞ് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന കാണുക. ഈ നേരം സ്വന്തം മകനെയാണ് അങ്ങേർക്ക് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ആ കടയുടെ മുതലാളി അങ്ങോട്ട് വന്ന്, നീ ഗെയിം കളിക്കുന്നുണ്ടെ കളിക്കി, അല്ല എഴുന്നേറ്റ് പോന്ന് പറയാ. അതിന്റെ ദേഷ്യത്തില് അങ്ങേരെ പിടിച്ച തറയിൽ ഒരൊറ്റ അടി അടിച്ചുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് പോരും. എന്നാൽ ഈ നേരത്തെല്ലാം ഹീറോ അങ്ങേരെ ഫോളോ ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഹീറോ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് അങ്ങേരെ കാണുന്നില്ല. കിമ്മാണേല് ഇങ്ങേരിത് എവിടെ പോയെന്നും വിചാരിച്ച ഓരോ ഊടുവഴിയിലൂടെ കയറി പോകുമ്പോഴാണ് തൊട്ടു പിന്നിൽ തലയിലേക്കൊരു ഗണ്ണ് വരുന്നത്.
തൊട്ടു പിന്നിൽ അങ്ങേരാണ് നിൽക്കുന്നത്. നീ എന്തിനാടാ എൻ്റെ പിന്നാലെ വരുന്നത്? നിനക്കെന്നെ കൊല്ലാനായി തോന്നുന്നുണ്ടോ? ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ, പിന്നെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? ഇനി മേലെ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കും. തിരികെ ഓഫീസിലെത്തിയാൽ ഹീറോക്ക് നല്ലപോലെ തലവേദനയാകുന്നുണ്ട്. മാത്രമല്ല ചെറിയൊരു അഭിമാന പ്രശ്നം കൂടെ ഉണ്ട്. ഇത്രയും കാലത്തിനിടക്ക് ആദ്യമായാണ് ഇതുപോലെ ഒരു അനുഭവം. ബോസ് കഴുത്തിൽ ഐസെല്ലാം വെച്ച് കൊടുത്തോണ്ട് ചോദിക്കും, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ സംഭവിച്ചു പോയേ? അതിന് ഹീറോ പറയാ സോറി എന്നാണ്. ഹീറോയോട് എന്ത് ചോദിച്ചാലും ഒരു സോറി മാത്രമേ പറയൂ. അതാണ് അങ്ങർക്ക് ഇഷ്ടമില്ല. അതോടെ തന്നെ മിണ്ടാതിരിക്കുക. അന്നത്തെ വെട്ടുകുത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഹീറോ വഴിയിലുള്ള മറ്റേതൊരു കടയിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ ലീ എന്നൊരു പയ്യനെ ഹീറോ കൊല്ലുന്ന കണ്ടില്ലായിരുന്നോ? അവനെ ശരിക്കും കൊന്നില്ലായിരുന്നു. അവൻ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കുകയാണ്. കമ്പനിയുടെ അറിവില് ഹീറോ ലീയെ കൊന്നു കളഞ്ഞു എന്നാണ്. പക്ഷെ ഹീറോ കമ്പനി പോലും അറിയാതെയാണ് ലീയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ലീ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തേ? എന്റെ ജോലി കമ്പനിക്ക് ഇഷ്ടമായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന് മാറ്റങ്ങൾ കൊണ്ടുവരില്ലേ? പക്ഷെ ഹീറോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാല് ആ കമ്പനിയുടെ ബോസ് ഇല്ലായിരുന്നോ, ഹീറോ എപ്പോഴും സോറി പറയുന്ന ബോസ്, അങ്ങേരാണ് അവനെ കൊന്നുകളയാനായി പറഞ്ഞേ. പക്ഷെ ഹീറോക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ ഇങ്ങനെ ചെയ്തു. തിരികെ ഓഫീസിലെത്തിയാല് ഇന്ന് അവരെല്ലാവരും കൂടെ വലിയൊരു മിഷൻ ചെയ്യാനായി പോവാണ്. ഇന്നൊരു VIP കൊല്ലാനായി പോവാണ്. അതുകൊണ്ട് തന്നെ വമ്പൻ പ്ലാനിംഗ് ആണ് നടക്കുന്നത്. എങ്ങനെ കൊല്ലണം, ആര് കൊല്ലണം, ഏത് രീതിയിൽ അങ്ങനെ വളയണം, അതിനെക്കുറിച്ചെല്ലാമാണ് സംസാരിക്കുന്നത്. സംസാരമെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും ഫീൽഡിലേക്ക് ഇറങ്ങി ഏതോ ഒരു പാർക്കിങ്ങിൽ വെച്ചാണ് കൊല്ലാനായി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ VIP കോൾ ചെയ്ത് ഒരു ക്ലയന്റിനെ പോലെ സംസാരിച്ച് അങ്ങനെ ഈ പാർക്കിങ്ങിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കും. എന്നാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന അങ്ങേർക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ പോവുകയാണെന്ന് മനസ്സിലായി. നോക്കുന്നേരം തൊട്ടു മുന്നിൽ നിന്ന് ഹീറോ അങ്ങനെ വരികയാണ്. തിരികെ പോകാനായി നോക്കുന്നേരം ഒരു ക്ലീനിങ് സ്റ്റാഫ് അങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം തനിക്കിട്ടുള്ള പണിയാന്ന് മനസ്സിലാകുന്ന നേരം അങ്ങനെ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. ഓടിച്ചെന്ന് ബേസ്മെന്റിൽ നിന്ന് അവിടെയുള്ള ലിഫ്റ്റിൽ കയറാനായി നിൽക്കുന്നേരം ഒന്നും താഴേക്ക് ഇറങ്ങി വരുന്നില്ല. പേടിക്കുന്ന അങ്ങേര് അതും ഇതും എല്ലാം നെക്കി വെക്കും. അപ്പോഴേക്ക് ക്ലീനിങ് സ്റ്റാഫ് അവിടെ എത്തി. അപ്പോഴാണ് ലിഫ്റ്റ് താഴേക്ക് വരുന്നത്. ഓപ്പണായി വരുന്ന നേരം ഒരു പെണ്ണാണ് നിൽക്കുന്നത്. അവൾ നല്ലൊരു ചിരിയും പാസ്സായിക്കൊണ്ട് അങ്ങേരെ മുഖത്ത് നോക്കിയ ഒരൊറ്റ ഷോട്ടാണ്. മരിച്ചു വീഴുന്ന അങ്ങേര് തൊട്ടു പിന്നെ നിൽക്കുന്ന ക്ലീനിങ് സ്റ്റാഫിന്റെ പെട്ടിയിലേക്കാണ് വീഴുക. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. തിരികെ ഓഫീസിലേക്ക് എല്ലാവരും പോകുന്ന നേരം ഹീറോ മാത്രം പോകില്ല. നിങ്ങളെന്താ വരാത്തതെന്ന് ചോദിക്കുന്ന നേരം നിങ്ങളാദ്യം പോയിക്കോളൂ, ഞാൻ വന്നോളാം എന്നാണ് പറയാ. അങ്ങനെ അവിടെ വെച്ച് ഹീറോ നേരെ ചെല്ലുന്നത് ഹീറോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ലീയുടെ അമ്മയില്ലായിരുന്നോ പാട്ടുകാരി, അവരെ കാണാനാണ് പോകുന്നത്. വെറുതെ അങ്ങ് പോവല്ല, ലീയെ കൊണ്ടുകൊടുക്കാനായി പോവാണ്. അവൻ ഇത്രയും കാലം റൂമിൽ പൂട്ടിവെച്ചതായിരുന്നല്ലോ. അങ്ങനെ അവനെ കൊണ്ട് ചെല്ലുന്ന നേരം അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ലീയും അനിയത്തിയുമാണേല് ഒരു കാര്യത്തിൽ ഒരുമിച്ച് പോകില്ല. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അമ്മയ്ക്കാണേല് അതെല്ലാം സോൾവ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ലീ എന്ത് ജോലിക്കായിരുന്നു പോയിരുന്നത്, എന്തൊക്കെ പണി കഴിഞ്ഞാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അന്ന് മുഴുവനും ഹീറോ അവരുടെ കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. രാത്രി അവർ തെരുവിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന നേരവും അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അതായത് യുവിന് നല്ല സന്തോഷമാണ്. ജീവിതത്തിൽ ആദ്യമായി കുറേ കാലത്തിന് ശേഷമാണ് അവരിപ്പോൾ ഇതുപോലെ കുടുംബമായി തെരുവിൽ വന്ന് ഭക്ഷണം എല്ലാം കഴിക്കുന്നത്. ലീ അനിയത്തിയും തമ്മി കണ്ട എപ്പോഴും പ്രശ്നമാണെങ്കിലും ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണല്ലോ ചേട്ടനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന യുവിനാണേലും സന്തോഷം അടക്കി പിടിക്കാനേ പറ്റില്ല. അപ്പോഴാണ് ഹീറോയുടെ കമ്പനിയിലെ ബോസ് ഹീറോയെ വിളിച്ച് പറയുന്നത്, ഹീറോ നേരത്തെ ഫോളോ ചെയ്തു പോയിരുന്ന ഒരാളില്ലായിരുന്നോ, അതായത് ഭാര്യയും മകനും കൂടെ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടപ്പോൾ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് പോയിരുന്ന ഒരാള്, അങ്ങനെ കൊല്ലാനായി ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. ആരാണ് ഈ ഓർഡർ കൊടുത്തതെന്ന് ഹീറോ ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, നിനക്ക് അപ്പം തിന്നാ പോരെ, കുഴി എണ്ണേണ്ട ആവശ്യമുണ്ടോ, ഞാൻ പറയുന്ന പണി അങ്ങോട്ട് എടുത്താൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അപ്പം തന്നെ അങ്ങേരെ കൊല്ലാനായി നേരെ റൂമിലേക്ക് ചെല്ലാണ്. അങ്ങേര് താമസിക്കുന്ന റൂമിലേക്ക് ചെല്ലാണ്. പക്ഷെ അങ്ങേർക്കും അറിയാം അങ്ങേരെ കൊല്ലാനായി കമ്പനി പ്ലാൻ ഇടുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മരിക്കാനായി കാത്തിരിക്കുകയാണ്. ഹീറോ അകത്തെത്തുമ്പോൾ തന്നെ പിന്നെ പൊരിഞ്ഞ സംഘടന. മരിക്കാൻ നേരത്താണേലും ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നാണ് അങ്ങേര്. ഹീറോയാണേലും നേരത്തെ അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരടി വാങ്ങിച്ചിരുന്നല്ലോ, അതിന്റെ ദേഷ്യത്തിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പവർ ഇത്തിരി കൂടും. അങ്ങനെ അവസാനം അങ്ങേര് മുട്ടി നിർത്തി തലയിൽ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ കമ്പനിയിൽ ഏറ്റവും നല്ല പെർഫോമറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഹീറോയാണ്. അതുകൊണ്ട് ഹീറോക്കൊരു ട്രീറ്റ് കൊടുക്കാനായി അവരെല്ലാവരും ഏതോ ഒരു പാർക്കിൽ വന്നിരിക്കുക. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അവരെന്തോ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു എന്ന് മാത്രമേ വിചാരിക്കൂ. എന്നാൽ അവരെല്ലാവരും സംസാരിക്കുന്നത് ഓരോ ആളുകളെ കൊല്ലുന്ന കാര്യമാണ്. എന്തായാലും ഹീറോയുടെ പേരെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന ഒരു ഫലകം അവാർഡായി കൊടുത്ത് ഹീറോയെ ആദരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ അവാർഡെല്ലാം വാങ്ങുന്ന ഒരു കൊലയാളി കാണുന്നത്. ഈ സമയം ഹീറോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലീയുടെ അമ്മയായ യുവിനോട് ഹീറോക്ക് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് മെസ്സേജ് ചെയ്യുന്ന നേരം അവരൊക്കെ പറയും. അതിന്റെ സന്തോഷത്തിൽ ആ ദിവസം ആവുന്ന നേരം നല്ലപോലെ ഹീറോ ഡ്രസ്സ് ചെയ്യാണ്. എന്നാൽ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താലും അത് ശരിയായില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള തോന്നലാണ്.
അതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അന്നവർ ചുറ്റിക്കറങ്ങി അവസാനം നേരെ പോകുന്നത് യുവിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു വലിയ കടയുടെ മുതലാളിയുടെ അടുത്തേക്കാണ്. കൂട്ടുകാരി ചോദിക്കും, ഞാൻ ഈ ആഴ്ച വിദേശത്തേക്ക് പോവാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ, അതുകൊണ്ട് നീ ഈ കട വാങ്ങിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ യു പറയും, അതിന് മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. ഈ നേരം ഹീറോയാണേൽ അവിടെ ഉണ്ടായിരുന്ന ഗിറ്റാറും അതും ഇതെല്ലാം എടുത്ത് താഴെ തള്ളിയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അത് കാണുന്ന കൂട്ടുകാരി ചോദിക്കും, അങ്ങനെ നീ അവസാനം ഒരാളെ കൂടെ കണ്ടെത്തിയല്ലേ, അവനെന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ യു പറയും, ഏതോ ഒരു കമ്പനിയിലാണ് ജോലി, പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, എന്തായാലും നല്ലൊരു മനുഷ്യനാ, എനിക്ക് എന്തായാലും ഇഷ്ടമായി എന്നുള്ള മട്ടിലാണ് അവൾ നിൽക്കുന്നത്. ഈ സമയം നാട്ടിലാണേൽ ഡിറ്റക്റ്റീവ് പോലീസുകാരില്ലേ, അവർ ആ കൊലയാളിയെ കണ്ടുപിടിക്കാനായി നടക്കാണ്. അതായത് തുടക്കത്തിൽ കണ്ടില്ലായിരുന്നോ ലീ ഒരാൾ കൊല്ലുന്നത്, അതിൽ ലീ ആരാന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവരിപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പോലീസുകാരാണേൽ ലീയുടെ കൂട്ടുകാരോടാണ് വന്ന് ചോദിക്കുന്നത് ഇവനെക്കുറിച്ച് അറിയോന്ന്. അവരാണേൽ ഇവനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ആരാ ഇവനെ ഇന്നലെ എവിടെ കണ്ടിരുന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അപ്പോഴാണ് അതുവഴി കിമ്മും യുവും കൂടെ വീട്ടിലേക്ക് പോകുന്നത്. ഹീറോയെ കാണുന്ന പോലീസുകാരന് അന്ന് ക്രൈം സ്പോട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ടിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും. തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലായിരുന്നോ ഹീറോ വാനിലേക്ക് കയറി ചെല്ലുന്ന നേരം ഈ ഒരു ഡിറ്റക്റ്റീവ് ഹീറോയെ നോക്കുന്നത്. എന്നാൽ അങ്ങേര് അപ്പം അത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പൊ ഹീറോയെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് മുട്ടി നോക്കിയാലോ എന്ന് വിചാരിക്കും. ഹേ മിസ്റ്റർ, നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഐഡിയ ഒന്ന് കാണണമെന്ന് പറയും. എന്നാൽ ഹീറോ ശരിക്കും വെള്ളം അടിച്ചിട്ടില്ല. എന്നാൽ പോലീസുകാരന്റെ കൂടെയുള്ള അസിസ്റ്റന്റിനാണേൽ അങ്ങേരത് വെറുതെ പറഞ്ഞാന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തില്ല. അസിസ്റ്റന്റ് പറയും, അങ്ങേര് വെള്ളമൊന്നും അടിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ ചോദ്യം ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് അത് മെയിൻ ചെയ്യുക പോലുമില്ല. ഹീറോയോട് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കാർഡ് കൊടുക്കും. എന്നാൽ ആ കാർഡ് കണ്ടാൽ ഹീറോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലാകുള്ളൂ. പക്ഷേ ആ കമ്പനിയുടെ പിറകിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണേൽ അവിടെ തന്നെ ചെന്ന് നോക്കണം. അത് പോലീസുകാരൻ അറിയില്ലല്ലോ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. ആ കമ്പനിയിൽ നിന്ന് ജോലി നിർത്തിപ്പോയിരുന്ന ഒരാളെ നേരത്തെ ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ. അങ്ങനെ ശരിക്കും ഹീറോ കൊന്നില്ലായിരുന്നു. ആ ഒരു കാര്യമാണെങ്കിൽ കമ്പനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് കമ്പനിയിലെ ആളുകൾ നേരിട്ട് പോയി അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ ഹീറോയെ മുന്നിൽ നിർത്തി അങ്ങനെ കൊല്ലാനായി പറയാണ്. എന്നാൽ ഹീറോക്ക് അതിന് പറ്റില്ല. ഹീറോക്ക് ഇപ്പോൾ മനസ്സെല്ലാം മാറിയിട്ടുണ്ടല്ലോ, ഈ ഒരു പരിപാടി നിർത്തണമെന്നാണല്ലോ മനസ്സിൽ. പക്ഷെ അവരുടെ മുന്നിൽ നിന്ന് അത് ചെയ്യാതിരിക്കാനായി പറ്റില്ല. ജീവന് തന്നെ വലിയ ആപത്താ. അതുകൊണ്ട് അവർ കയ്യിൽ കൊടുക്കുന്ന ഒരു പേനയും കൊണ്ടുവന്ന് പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യുന്ന നേരം അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചരടാണ് വരിക, ചെറിയൊരു ചരട്. അതങ്ങേരുടെ കഴുത്തി കുടുക്കി ഞെരിച്ചങ്ങനെ കൊല്ലാനായി പോവാണ്. എന്നാൽ അങ്ങേരും വെറുതെ വിടില്ല, അത് വലിച്ചങ്ങ് പൊട്ടിച്ചു കളയും. പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കമ്പനിയുടെ ബോസ് കഴുത്തിലുണ്ടായിരുന്ന ടൈ ഊരി ഹീറോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഇനി അത് വെച്ചാണ് ഹീറോ അങ്ങനെ കൊല്ലേണ്ടത്. ഇനിയിപ്പോൾ ഒഴിവും തെളിവും ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ അങ്ങനെ ഞെരിച്ച് കൊന്നുകളയും. വേറെ വഴിയൊന്നുമില്ലല്ലോ. അന്ന് കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ് ആ ഡിറ്റക്റ്റീവ് പോലീസുകാരില്ലായിരുന്നോ, അങ്ങനെ ഹീറോയും തെരഞ്ഞ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കമ്പനിയുടെ കാർഡ് ഒന്നുകൂടെ കാണുമെന്ന് പറയുന്ന നേരം ഹീറോ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും. എന്നാൽ ഈ ഒരു കാര്യമാണെങ്കിൽ കമ്പനിയുടെ മുതലാളിയും ബോസും കൂടെ CCTVയിലൂടെ കാണുന്നുണ്ട്. ഹീറോ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഒരു നേരം ആയപ്പോഴേക്ക് അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്. ലീ എന്ന പയ്യനെ ഹീറോ ഇതുവരെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുടെ മേലെ അവർക്കിപ്പോൾ ഒരു ഡബിൾ നോട്ടാണ്. തിരികെ ഓഫീസിലെത്തിയാൽ ബോസ് ചോദിക്കും, നീ എന്തിനാണ് അവർക്ക് ആ കാർഡ് കാണിച്ചു കൊടുത്തേ? അതിന് സോറി എന്നാണ് ഹീറോ പറയാ. നീ എന്തിനാണ് കാണിച്ചു കൊടുത്തതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ സോറി എന്ന് മാത്രമാണ് പറയാ. അതാണെങ്കിൽ അങ്ങേർക്ക് തീരെ ഇഷ്ടമല്ല. നമ്മുടെ ആളുടെ തലക്ക് തട്ടിക്കൊണ്ട് നീ എന്തിനാണ് എല്ലാത്തിനും സോറി സോറി എന്ന് പറയുന്നത്? ഞാൻ നിന്നോട് എന്തിനാണ് കാരണമാണ് ചോദിച്ചേ, അതാണ് നീ പറയണ്ടേ. എന്നാൽ അപ്പോഴും ഹീറോ പറയില്ല. അതിന്റെ ദേഷ്യത്തിൽ 2-3 ഇടി വയറ്റിനിട്ട് കൊടുക്കും, നെഞ്ചത്തെല്ലാം ഇട്ട് കൊടുക്കും. അങ്ങനെ അന്നത്തെ ജോലിക്ക് ഹീറോ പോകുന്നേരം തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. ജോലി എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ മുന്തിയ പണിയൊന്നുമല്ല, ആളെ കൊല്ലാൻ പോകുന്ന പരിപാടി തന്നെയാണ്. എന്തായാലും ആ സമയത്തും ശ്രദ്ധയൊന്നും തീരെ കിട്ടുന്നേ ഇല്ല. അങ്ങനെ അവിടെ വെച്ച് നേരെ ചെല്ലുന്നത് യുവിന്റെ അടുത്തേക്കാ. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യു പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോന്ന്. ഹീറോ പെട്ടെന്ന് അറിയാതെ ഇല്ലാന്ന് പറഞ്ഞു പോകും. പിരി വെട്ടിയിരിക്കുന്ന ഹീറോയെ കാണുന്ന അവള് പറയും, ഞാൻ വെറുതെ പറഞ്ഞാന്ന്. ഹീറോയും അതുപോലെ അവളോട് പറയും, ഇന്ന് നിങ്ങളെ കാണാനായി നല്ല രസമുണ്ടെന്ന്. അവൾ അതെയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാന്ന് ഹീറോയും പറയും. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും അടി. എന്തായാലും യുവിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ബാഗെല്ലാം നിർമ്മിക്കുന്ന ഒരു ജോലിയാണ്. അവിടെ വെച്ച് ഹീറോയുടെ കയ്യിലേക്ക് സമ്മാനമായി ഒരു ബാഗ് കൊടുക്കും. എന്നാൽ ഹീറോയുടെ കയ്യിൽ തിരികെ ഒന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് അവളോട് പറയാ, നിന്റെ കൂട്ടുകാരിയുടെ ആ കഫേ ഇല്ലേ, ആ വലിയ കട, അത് നമുക്ക് നടത്തിയാലോ. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വലിയ സന്തോഷമായി. കാരണം അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു കട കൊണ്ട് നടത്തണമെന്നുള്ളത്. എന്തായാലും അതിന് സാധ്യമാവാനായി പോവാണ്. ഈ നേരത്തും പോലീസുകാരാണേൽ ഈ ഒരു കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ചുരുളഴിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാണ്. അവരങ്ങനെ ഹീറോയുടെ കമ്പനിയിലേക്ക് ചെല്ലും. അതിന്റെ ഡാറ്റയെല്ലാം എടുത്തു നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കമ്പനിയിൽ എക്സ്പോർട്ടിങ്ങും ട്രാൻസ്പോർട്ടിങ്ങും അതൊന്നും കൂടുതൽ നടക്കുന്നില്ല. പക്ഷേ കമ്പനിയാണേൽ നല്ലപോലെ പോകുന്നുണ്ട്.
ഈ കാര്യങ്ങൾ അറിയാനായി നേരെ കമ്പനിയിലേക്ക് ചെല്ലുന്ന നേരം സെക്യൂരിറ്റി പറയും പോലീസും കീലീസും ഒക്കെ അങ്ങ് പുറത്ത്, ഇവിടെയുള്ള കാര്യം ഞാനാ നോക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വാശിയായി. അതിക്രമിച്ചകത്ത് കയറി അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തനോട് നിങ്ങളിപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം അവന് മനസ്സിലായിട്ടുണ്ട് പോലീസുകാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയാ കച്ചവടമൊന്നും ഇപ്പം നല്ലപോലെ നടക്കുന്നില്ല, അതുകൊണ്ട് പഴയ ബോട്ടുകളെല്ലാം കൊണ്ടുവന്ന് പൊളിച്ച് വിൽക്കുന്ന ജോലിയാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന പോലീസുകാരന് പിന്നെ എന്താ പറയേണ്ടത് ഒന്നും അറിയില്ലല്ലോ. ഇതെല്ലാം കാണുന്ന കമ്പനിയുടെ മുതലാളി പറയും അവൻ ആ പയ്യനെ കൊന്നിരുന്നതിൽ പോലീസുകാർ ഇവിടെ വന്ന് നിരങ്ങിയാലും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഇതിപ്പോൾ വല്ലാത്തൊരു പൊല്ലാപ്പായി പോയല്ലോ. കൂടെ തന്നെ കമ്പനി മുതലാളിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്, ഹീറോക്ക് ഇപ്പോൾ ലീഡ് അമ്മയായിട്ടുള്ള യുവിനോട് ചെറിയൊരു പ്രേമുണ്ടെന്ന്. അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എല്ലാം ഇപ്പം അങ്ങയുടെ കയ്യിലുണ്ട്. ഈ സമയം ഹീറോ യുവിന്റെ കൂടെ ആ കട വാങ്ങാനായി പോയിരിക്കുകയാണ്. അതിന്റെ പേപ്പറും പ്രൊസീജിയേഴ്സും എല്ലാം ഹീറോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യു അവിടെ ഇരുന്ന് ഗിറ്റാർ വായിക്കുന്നത്. അവൾ പണ്ടെങ്ങനെയായിരുന്നു ഗിറ്റാർ വായിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും വായിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരിക്കലും കെട്ടുപോകാത്തൊരു തീ അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവൾക്കത് പുറത്തെടുക്കാനായി പറ്റുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തുന്ന നേരം ഹീറോ ഈ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെക്കാനായി രാജിക്കത്തെല്ലാം എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തോ ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട്, ആ മീറ്റിങ്ങിനായി പോവാണ്. പോകുന്ന വഴിയിലാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് അവര് മെയിൻ റോഡ് വഴിയല്ല പോകുന്നത്. അതുകൊണ്ട് ഹീറോ ചോദിക്കും നിങ്ങൾ എന്താ മെയിൻ റോഡ് വഴി കാർ ഓടിക്കാതെ എന്ന്. അതിന് അവർ പറയും അവിടെ നല്ല ബ്ലോക്കാണ് അതുകൊണ്ടാണ് പോവാത്തെ. പക്ഷെ ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായി എന്തോ വലിയൊരു പണി വരാനായി പോവാണെന്ന്. അതുകൊണ്ട് പറയും നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, മെയിൻ റോഡ് വഴി തന്നെ പോയാൽ മതി, ബ്ലോക്കൊന്നും കുഴപ്പമില്ല. എന്നാൽ അപ്പോഴും അവർ മെയിൻ റോഡ് വഴി പോകാനായി തയ്യാറാവുന്നില്ല. സംഗതി മുന്നേറിയിരിക്കുന്ന രണ്ടുപേരും ഹീറോയെ കൊല്ലാനാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്കും മനസ്സിലായി ഹീറോയ്ക്ക് ഈ കാര്യം മനസ്സിലായി എന്നുള്ള കാര്യം. പെട്ടെന്നാണ് അവൻ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഹീറോ അപ്പം തന്നെ ഗണ്ണ് പിടിച്ചു വെച്ച് അവന്റെ മോന്തക്കിട്ട് 10-15 കൊടുക്കും. പെട്ടെന്ന് തന്നെ അവൻ കാർ ബ്രേക്ക് ചെയ്യും. ആ ലേഡിയാണെങ്കിൽ അവളുടെ കൈ ഉണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാനായി നോക്കുകയാണ്. പക്ഷെ ഹീറോ അതിനെ സമ്മതിക്കില്ല. പിടിച്ചു വെച്ചും തിരിച്ചും ആ ഷോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയാ. പെട്ടെന്ന് ഇതുപോലെ ഒരു അടി ഉണ്ടായതുകൊണ്ട് തന്നെ ഹീറോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹീറോക്കാണേല് അവര് രണ്ടുപേരെയും കൊല്ലണമെന്നില്ല, അവർക്കാണേലും ഹീറോ എങ്ങനെയും കൊന്നാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ ആള് പറയും നിനക്ക് ജീവിക്കണേല് നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലേ. എന്നാൽ അവൾക്കതൊന്നും വലിയ കുഴപ്പമില്ല. അങ്ങനെ അടി ഉണ്ടാക്കി പുറത്ത് വീഴുന്നേരം പിന്നെ അവൾ കത്തി എടുത്തോണ്ടാണ് വരിക. എന്നാൽ ആ കത്തിയൊന്നും ഹീറോക്ക് വലിയ കാര്യമല്ല, അടിച്ചങ്ങനെ അവളെ താഴെ ഇടുക. അടി കൊണ്ട് താഴെ വീഴുന്നവള് ഒരു വമ്പൻ ഇടിക്കാനായി വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ ട്രക്ക് വന്ന് അവൾ ഒരു ഒറ്റ ഇടിയാ, അവള് തെറിച്ചങ്ങ് പോകും. അപ്പൊ തന്നെ ലീയെ കോൾ ചെയ്ത് പറയും നിന്നെ കൊല്ലാതിരുന്ന കാര്യം കമ്പനിക്ക് മനസ്സിലായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിന്റെ അമ്മയെയും പെങ്ങളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ പുറത്തേക്ക് കാറി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അമ്മയെയും പെങ്ങളെയും കൂട്ടി ഓടി വന്ന് ഹീറോയുടെ കാറി കയറും. പോകുന്ന വഴിയിൽ യുക്കും പെങ്ങൾക്കും അറിയില്ലല്ലോ ഇവര് രണ്ടുപേരും കൂടി അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അതുകൊണ്ട് യു ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നേ. അതിന് ഹീറോ മിണ്ടാതിരിക്കുന്ന മാത്രമാണ് പറയാ. അങ്ങനെ ഹീറോ നേരെ പോകുന്നത് ഹീറോയുടെ കൂട്ടുകാരനായ ആ കമ്പനിയിൽ നിന്ന് റിട്ടയറായി വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനില്ലായിരുന്നോ അങ്ങേരുടെ വീട്ടിലേക്കാണ്. അങ്ങേരെ കൊണ്ട് ഇനി എന്തെങ്കിലും സഹായിക്കാനായി പറ്റുള്ളൂ. അവിടെ എത്തി അവരെ എല്ലാവരെയും സേഫ് ആക്കുന്ന നേരം അങ്ങേര് ചോദിക്കും നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താ നിന്റെ ഉദ്ദേശം? സിയോളില് ഞാൻ കുറച്ച് പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പോയി അത് കൊണ്ടുവരണം. പിന്നെ ഇവരുടെ കൂടെ സമാധാനപരമായി ഒരു കടയെല്ലാം നോക്കി ജീവിക്കണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ എന്റെ കാർ എടുത്ത് പോയിക്കോന്ന് പറയുമ്പോൾ വേണ്ട, അത് കുറച്ച് ആഡംബരമാണ്, മാത്രമല്ല ചിലപ്പോൾ അവർക്ക് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായി പറ്റിയെന്ന് വരും, അത് വേണ്ടാന്ന് പറയും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന യുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ ഹീറോയെ കൊണ്ടുവന്ന് എന്താണ് ഇവിടെയെല്ലാം സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ കമ്പനിയിൽ മാന്യമായി ജോലി ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ആളുകളെ കൊല്ലുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അതിനെക്കുറിച്ചെല്ലാം പറയും. മാത്രമല്ല മകനും അതുപോലെ ഒരു ജോലി ചെയ്യാനാണ് കമ്പനിയിലേക്ക് വന്നേ, ആ കാര്യവും പറഞ്ഞു കൊടുക്കും. ദേഷ്യത്തിൽ മകനോട് നീ എന്തിനാടാ ബഡക്കൂസ ഇമാതിരി പണിക്കെല്ലാം പോകുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ ഇമാതിരി പണിക്കെല്ലാം പോകാൻ? അതിനവൻ പറയും അമ്മക്ക് സുഖമില്ലാതിരുന്ന സമയം അമ്മ ചുമച്ചിരിക്കുന്ന കണ്ടിരിക്കാനായി എന്നെക്കൊണ്ട് പറ്റിയില്ല, ആ സമയം എന്റെ കൈ കാശില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ജോലി ചെയ്യേണ്ടി വന്നേ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആകെ കൂടെ കോലാഹലമാണ്. പിറ്റേന്ന് രാവിലെ സിയോളിൽ പോയി കാശെടുക്കാനായി ഹീറോ പുറത്തിറങ്ങിയെങ്കിലും പോകാനായി തോന്നില്ല. അവൾ എത്രയൊക്കെ ഹീറോയെ കുറ്റം പറഞ്ഞാലും ഹീറോയോട് ഒരു സ്നേഹം അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്, അതുകൊണ്ട് വന്ന് ഹീറോയോട് സംസാരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോ കാശെടുക്കാനായി പോകുന്ന. അങ്ങനെ ഹീറോ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹീറോയെ തെരഞ്ഞുകൊണ്ടൊരു പട തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെട്ടാല് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമുണ്ട്, അവരെന്തായാലും ഹീറോയെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഒളിച്ചും പാത്തും ഓരോ ആളുകളുടെ കണ്ണ് വെട്ടിച്ചോണ്ടും ഏതോ ഒരു ചട്ടിയിൽ നിന്നൊരു കീ എടുത്തുകൊണ്ട് ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. അണ്ടർഗ്രൗണ്ട് അല്ല, ഒരു ബേസ്മെന്റിലേക്കാണ് വരുന്നത്. അവിടെ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കുറച്ച് കാശുണ്ടായിരുന്നു, അതെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഹീറോ വീണ്ടും യുവിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്, ലൊക്കേഷനിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് മനസ്സിലാവുക ഹീറോയുടെ കൂട്ടുകാരനില്ലായിരുന്നോ ആ റിട്ടയർ ആയിരുന്ന പ്രായമായ മനുഷ്യൻ, അങ്ങേര് തന്നെ ഹീറോയെ പിടിക്കാനായി ഒരു പടയുമായി കാത്തിരിക്കുകയാണ്.
സംഗതി എന്താന്ന് വെച്ചാൽ അങ്ങേര് കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയിരുന്ന് ഈ കൊലയും കൊള്ളയും എല്ലാം മതിയായതുകൊണ്ടാണ്. പക്ഷെ റിട്ടയർ ആയപ്പോഴാണ് അങ്ങേർക്ക് മനസ്സിലായേ അങ്ങേർക്ക് ഇതല്ലാതെ വേറെ ഒരു സന്തോഷവും കണ്ടെത്താനായി പറ്റില്ല എന്ന്. പക്ഷെ ഇറങ്ങിയ പോലെ തിരിച്ചു കയറാനായി പറ്റില്ല. തിരിച്ചു കയറണേല് ഇതുപോലെ എന്തെങ്കിലും കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ഇപ്പൊ ഹീറോയെ പിടിച്ചു കൊടുത്താൽ കമ്പനി തിരിച്ചു കയറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങേര് അങ്ങനെ ചെയ്തേ. ഈ നേരം ഹീറോ മനസ്സിൽ വിചാരിക്കും, ഒറ്റ കൊടുത്ത് കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നേ ഞാൻ നിനക്ക് പിച്ചയിട്ട് തരില്ലായിരുന്നു എന്ന്. പക്ഷെ കയ്യിലധികം കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ. കരഞ്ഞോണ്ട് പറയും, നിങ്ങൾ ഈ കാശ് എടുത്തോ, എന്നിട്ട് എന്നെ വേണേലും എന്ത് വേണേലും ചെയ്തോ, അവരെ മാത്രം നിങ്ങൾ വെറുതെ വിട്ടാൽ മതി. എന്നാൽ അങ്ങേർക്ക് അങ്ങനെ ഒന്നുമില്ല, കാണുന്നവരെ എല്ലാവരെയും കൊല്ലണോ, അത്രേ ഉള്ളൂ. അങ്ങേര് പറയും, നീ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇവരെല്ലാം ഇതിലേക്ക് വലിച്ചഴിക്കപ്പെട്ടെ. അതുകൊണ്ട് അവർക്കും ഇല്ല ജീവൻ, നിനക്കും ഇല്ലെന്ന് പറഞ്ഞ് ഹീറോയുടെ വയറ്റിനിട്ട് ഗണ്ണോണ്ട് ഒരു ഒറ്റ ഇടിയാ. ആ ഇടി കൊണ്ട് താഴെ വീഴും. പക്ഷെ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ, ഇനി എന്തേലും ചെയ്തേ പറ്റൂ. പെട്ടെന്നാണ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവിടെ നിൽക്കുന്നവന്റെ കാലിനിട്ട് ഒരൊറ്റ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ അവന്റെ ഗണ്ണ് താഴെ വീഴുന്ന നേരം അതെടുത്ത് ഷൂട്ടോട് ഷൂട്ടാണ്. അങ്ങേരാണേലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ കയ്യിൽ ഓട്ടോമാറ്റിക് ഗണ്ണ് വെച്ച് പടപടപടാന്ന് ഷൂട്ട് ചെയ്യാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നോക്കുന്നില്ല, അങ്ങനെ അങ്ങ് ഷൂട്ട് ചെയ്യാ. പക്ഷെ ഹീറോയാണേലും ഒരുത്തനെ മുന്നിൽ വെച്ചോണ്ട് കയ്യിലെ പിസ്റ്റൾ വെച്ച് അങ്ങേരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അങ്ങനെ നേരെ ചെന്ന് യുവിനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യുവിന്റെ വയറ്റിലൊരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേരം അവൾക്ക് പിടിച്ചു നിൽക്കാനായി പറ്റില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി അവർ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് അവൾ മരിച്ചു. ആ ഒരു മരണം ഹീറോയെയും മകനെയും മകളെയും ഒരുപോലെയാണ് ബാധിച്ചിരിക്കുന്നത്. അതിന്റെ ദേഷ്യത്തിൽ പിറ്റേന്ന് രാവിലെ ഹീറോ ഗണ്ണെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. ലീക്കാണേല് ഇനി ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല. അവന്റെ അമ്മ ഇപ്പം മരിച്ചല്ലോ, അതിന്റെ വിഷമത്തിൽ അവൻ അങ്ങനെ ഇരിക്കുക. ഹീറോയാണേല് ഗണ്ണെല്ലാം റെഡിയാക്കി കോട്ടും സ്യൂട്ടും എല്ലാം ഇട്ട് ഒരു ബുള്ളറ്റ് വെസ്റ്റും കൂടെ ധരിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ സൂപ്പർ കാറില്ലായിരുന്നോ അതും എടുത്തോണ്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസ് എന്ന് വെച്ചാൽ ഹീറോയുടെ കമ്പനി. എന്നാൽ കമ്പനിയിൽ എല്ലാവർക്കും അറിയാം ഹീറോ എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗണ്ണെല്ലാം അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുക. കയറി വന്ന അപ്പം തന്നെ ചിക് ചിക് ചിക്. ഈ നേരത്തെ ഹീറോ കമ്പനിയുടെ മുന്നിൽ ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ തന്നെ ജോക്കർ നിൽക്കുന്ന പോലെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനി കയറി വന്നാൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ വിചാരിച്ച പോലെയല്ല, കയ്യിലൊരു ഗണ്ണും വെച്ചോണ്ട് വളരെ സമാധാനപരമായി കയറി വരുന്ന ഹീറോ അവിടെ നിൽക്കുന്ന ലോബിയിലെ ലേഡിയോട് ബോസും മുതലാളിയും എവിടെ പോയെന്ന് ചോദിക്കും. എന്നാൽ അവൾ അതിനൊന്നും പറയില്ല. ഹീറോ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നുള്ള മട്ടിൽ മുന്നിലേക്ക് നടക്കുമ്പോൾ അവൾ മെല്ലെ കയ്യിൽ ഗണ്ണെടുക്കുകയാണ്. അപ്പം തന്നെ ഹീറോ തിരിഞ്ഞ് ഗണ്ണെടുത്ത് അപ്പം ഷൂട്ട് ചെയ്യുമെന്ന് കാണിക്കും. പക്ഷേ ഹീറോ തിരിയുമ്പോൾ തന്നെ അവൾ വലിയ പുള്ളി അവൻ ഗണ്ണങ്ങെടുക്കും. അപ്പം തന്നെ ഹീറോ തിരിഞ്ഞ് അവളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. അങ്ങനെ അകത്തേ കയറി ചെല്ലുന്നേരം എല്ലാവരും അന്താളിപ്പില് അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ഷൂട്ട് ചെയ്യോ, ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യണോ, അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അവിടെ നിൽക്കുന്ന ഒരുത്തൻ പറയും, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ പോരെ, നമ്മുടെ ജോലി ഇങ്ങനെയാണ്, നീ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ നമ്മുടെ ആൾ ചോദിക്കുക ബോസും മുതലാളിയും എവിടെയെന്നാണ്. അവരൊന്നും ഇവിടെ ഇല്ല, നീ ഇപ്പം തന്നെ തിരിച്ചു പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് അവർ പറയും. അപ്പോഴാണ് എന്തോന്ന് പ്രിന്റായി അവിടെ വീഴുന്നത്. അതെല്ലാവരും കൂടെ നോക്കുന്നേരം പെട്ടെന്ന് തന്നെ ഹീറോ ഗണ്ണെടുത്ത് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്യാനായി തുടങ്ങി. എന്നാൽ അവരും വെറുതെ നിൽക്കില്ലല്ലോ, അവരും ഷൂട്ട് ചെയ്യും. പക്ഷേ ഹീറോ വെസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആള് സേഫാണ്, കൂടുതലൊന്നും പറ്റിയിട്ടില്ല. ഇനിയും ഷൂട്ട് ചെയ്യാൻ നിന്ന തലയിൽ ബുള്ളറ്റ് കയറുമെന്ന് മനസ്സിലാവുന്ന ഹീറോ പെട്ടെന്ന് തന്നെ സ്വന്തം ഓഫീസ് റൂമിലേക്ക് ഓടിക്കയറും. അവിടെയുള്ള മേശയുടെ തൊട്ടു പിറകിൽ നിന്നാണ് പിന്നെ ഷൂട്ട് ചെയ്യുക. പക്ഷെ ഉറപ്പാണ് അവരെല്ലാവരും കൂടെ ഗണ്ണുമായിട്ട് അങ്ങോട്ട് കയറി വരും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ഷൻ മെഷീൻ എടുത്ത് പുറത്തേക്കിട്ട് അത് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചു കളയും. അതിൽ നിന്ന് വരുന്ന സ്മോക്കാണേൽ എല്ലായിടത്തേക്കും പരക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും കാണാനായി പറ്റില്ല. പക്ഷെ അവരുടെ സേഫ്റ്റിക്ക് കാണുന്ന ഭാഗത്തേക്കെല്ലാം ആ സ്മോക്കിലേക്ക് നോക്കി അവിടെ ഇവിടെയെല്ലാം നോക്കി ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലൊരുത്തന്റെ ഷോട്ട് സ്ലോ മോഷനായി ഹീറോ കവാടായി കിട്ടിയിരുന്ന ഒരു ഫലകില്ലായിരുന്നോ, അതിനാണ് കൊണ്ടുപോയി കൊള്ളുക. അത് പൊട്ടിത്തെറിക്കും. പിന്നെ എന്താണെന്നറിയില്ല, അതിന്റെ ദേഷ്യം തോന്നുന്നു ഹീറോ എഡം വലം നോക്കാതെ ഗണ്ണുമായി നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും തുരുതുരാന്ന് ഷൂട്ട് ചെയ്യുക. ആ ഷോട്ട് ഒരു വമ്പൻ ഷോട്ടാണ്. ചാവൂന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പലരും ഓടി രക്ഷപ്പെടാനായി നോക്കുകയാണ്. ചിലര് മാത്രമാണ് ഹീറോയെ ഷൂട്ട് ചെയ്യുന്നത്. അതാണെങ്കിൽ വെസ്റ്റിയാണ് കൊള്ളുന്നു. പക്ഷെ ഹീറോയുടെ കയ്യിൽ മെഷീൻ ഗണ്ണാണല്ലോ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കൊല്ലും. പിന്നെ കമ്പനിയുടെ രഹസ്യമുറിയില്ലായിരുന്നോ തുടക്കത്തിൽ ഹീറോ കയറി പോകുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ, അങ്ങോട്ടാണ് ഹീറോ ഇപ്പൊ ചെല്ലുന്നത്. അവിടെയാണേല് ഗണ്ണെല്ലാം കൈകാര്യം ചെയ്യുന്ന ലേഡി ഹീറോയെ കാത്തിരിക്കുക. പെട്ടെന്ന് തന്നെ ഗണ്ണ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് ഹീറോ ഒറ്റ പോക്കാണ് അവളുടെ മുന്നിൽ കൂടെ. പിന്നെ കാണുന്നത് അവളുടെ തലയിലൊരു ഹോളാണ്. അവളും മരിച്ചു വീണു. ഇനി അടുത്തത് മുതലാളിയെ കാണാനാണ് പോകേണ്ടത്. പക്ഷെ പോകുന്ന വഴിയിലാണ് ഹീറോയെ പോലെ തന്നെ ഒരുത്തൻ വന്ന് അവിടെ അടി ഉണ്ടാക്കുന്നത്. ഇവര് തമ്മിൽ അടി ഉണ്ടാക്കുന്ന നേരം ഇതിലേതാണ് കിമ്മ് ഏതാണ് ഇടിയൻ വിഷ്ണു എന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടുപേരും പൊരിഞ്ഞടി ഒരേപോലെ തന്നെ. അവസാനം ഹീറോ താഴെ വീണ് കിടക്കുന്ന ഒരു ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നേരാണ് ഇവരാരൊക്കെയാന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നേരെ കമ്പനി മുതലാളിയെ കാണാനായി പോകുന്നേരം അങ്ങനെ കമ്പനിയുടെ ഡാറ്റകൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇത്രയും ബോഡികൾ വീണ് കിടക്കുന്ന നേരം ഇതെല്ലാം നശിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൂടെ നിൽക്കുന്നവനോട് നീ പണി നിർത്തി, ഇപ്പൊ നിന്റെ മുന്നേ ഒരു പണിയുണ്ട് അത് ചെയ്യടാന്ന് പറയുമ്പോൾ അവൻ വേഗത്തിൽ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കിമ്മും അതുപോലെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്യും. എന്നാൽ അവൻ മരിക്കില്ല. പക്ഷെ ഹീറോ അവനെ വീണ്ടും ഷൂട്ട് ചെയ്യാതെ അവന്റെ
അവന്റെ കഴുത്ത് ഞെരിച്ചാണ് അവനെ കൊന്നുകളയുന്നത്. മുതലാളി പറയും, ഈ കമ്പനിയുടെ അടുത്ത അവകാശിയായി ഞാൻ നിന്നെയായിരുന്നു കണ്ടിരുന്നത്. അതിന് ഹീറോ, നിങ്ങൾ എന്ത് കാര്യത്തിന് എന്നെ കണ്ടേ? ഇതിലൊക്കെ ആയിരുന്നോ നിങ്ങൾ എന്റെ ഭാവി കണ്ടേന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് വേറെയൊന്നും പറയാനില്ല. അങ്ങേര് എങ്ങനെയും ഒരു 10 മിനിറ്റ് കൂടെ ജീവിച്ച് കിട്ടിയാൽ അത്രയായല്ലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് അങ്ങേര് ഗണ്ണെടുക്കുക. അപ്പോഴേക്ക് അങ്ങേരെ ആരോ ഷൂട്ട് ചെയ്തു. നോക്കുന്നേരം ലീയാണ് വന്ന് അങ്ങേരെ കൊന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ മുതലാളിയെയും കൊന്ന സ്ഥിതിക്ക് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇനി എന്ത് ചെയ്യാൻ, എങ്ങനെയാലും പുറത്ത് കടക്കണം. വിഷയം എന്താന്ന് വെച്ചാ ഇവിടെ ഇമാതിരി ഷൂട്ടൗട്ട് നടന്നുകൊണ്ട് തന്നെ പോലീസുകാർ കാര്യം അറിഞ്ഞ് താഴെ വന്ന് വളഞ്ഞിരിക്കുക. പോലീസുകാർ കാത്തിരിക്കുകയാണ്. ഇവിടെ മേലെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പനിയുടെ ബോസ് ഇല്ലേ, അവര് മിണ്ടാതെ പിന്നിക്കൂടെ വന്ന് ഗണ്ണെടുത്ത് ലീക്കിട്ട് ഒരു ഒറ്റ ഷോട്ട് കൂടെ തന്നെ ഹീറോക്കും കൊടുക്കും. ഇത്രയും നേരത്തിനടുക്ക് ഇപ്പോഴാണ് കാര്യമായിട്ടൊരു ഷോട്ട് ഹീറോക്ക് കൊള്ളുന്നത്. ആ കൊണ്ട വേദനയും വെച്ച് താഴെ കിടക്കുന്ന നേരം അങ്ങേര് വന്ന് ചോദിക്കും, എടാ നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും നീ ഒന്ന് പറ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? സോറി പറയല്ലേ. കയ്യിൽ ഗണ്ണ് വെച്ച് നിൽക്കായതുകൊണ്ട് തന്നെ ബോസാണിപ്പോ രാജാവ്. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന ഹീറോയെ ചവിട്ടാനായി നോക്കുമ്പോൾ ഹീറോ അങ്ങനെ പിടിച്ചു വെക്കും. ഡാ വിടറാ വിടറാ എന്ന് പറയുമ്പോൾ ഹീറോ അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് ആ പേനെടുത്ത് അതിലുണ്ടായിരുന്ന സ്ട്രിങ് വള്ളി വെച്ച് അങ്ങയുടെ കഴുത്തിൽ തന്നെ കൊടുക്കും. ഇങ്ങനെയൊന്നും അങ്ങേരെ പ്രതീക്ഷിച്ചത് പോലുമില്ല. ഹീറോയാണെങ്കിൽ അങ്ങേര് ഇറുക്കി കൊല്ലാനായി നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്ക് അങ്ങേര് അത് പൊട്ടിച്ച് താഴെ വീഴും. നമ്മുടെ ആളുടെ കാര്യമാണെങ്കിൽ ആകെ പരിതാപകരാണ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലാ. അത് മുതലെടുത്തോണ്ട് ബോസ് എഴുന്നേറ്റ് ഓടി വന്ന് ഇടിക്കാൻ നോക്കുമ്പോഴേക്ക് ഹീറോ മാറിക്കളഞ്ഞ് അങ്ങേർക്കിട്ട് ഒരൊറ്റ ഉന്ത ബിൽഡിങ്ങിന്റെ ചില്ലും പൊളിച്ചോണ്ട് വമ്പൻ വേഗത്തിൽ ഷടേന്ന് താഴെ വീണ് അങ്ങേര് മരിക്കും. അങ്ങനെ അങ്ങേര് അവസാനിച്ചു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലീയുടെ വയറ്റിൽ ബുള്ളറ്റ് കയറിയിരിക്കുക. അവനിപ്പോ മരിക്കൂ എന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഹീറോക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അവന്റെ പോയിന്റ് ബ്ലാങ്കിലാണ് ഷോട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും മരിക്കില്ല, ചോര വാർന്നേ മരിക്കൂ. അതുകൊണ്ട് കിമ്മ് പറയും, നീ ഒരിക്കലും മരിക്കാനായി പോകുന്നില്ലടോ, നീ ജീവിക്കാനായി അർഹിക്കുന്നുണ്ട്. നീ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം എല്ലാം കഴിച്ച് നല്ലപോലെ ജീവിക്കുക. പിന്നെ ഒരു കാര്യം ഒരിക്കലും മറക്കാനായി പാടില്ല, നീ എന്തായാലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനായി മാത്രം നിന്റെ ജീവിതം കൊടുക്കരുത്. നല്ലപോലെ ജീവിക്കാനും പഠിക്കണം. അതൊരിക്കലും മറക്കാനായി പാടില്ല. അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് ബോസിന്റെ ടേബിളിൽ ചെന്ന് ഹീറോ കയ്യിലുണ്ടായിരുന്ന രാജിക്കത്തില്ലായിരുന്നോ അത് അവിടെയും വെച്ചോണ്ട് നേരെ താഴേക്ക് പോലീസുകാരുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. പിടികൊടുക്കാനായി പോവാണ്. ഇത്രയും കാലം ജീവിതത്തിൽ തെറ്റെല്ലാം ചെയ്താണ് ഹീറോ ജീവിച്ചേ. ഇനി ഒരിക്കലും അങ്ങനെ ജീവിക്കാനായി പറ്റില്ല. അതുകൊണ്ടാണ് പോലീസിന് പിടികൊടുക്കാനായി പോകുന്നത്. ആ നേരം ലീ ആണേല് മറ്റൊരു വഴിയിലൂടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവാണ്. ഇനി അവന്റെ ജീവിതത്തിൽ അവന്റെ പെങ്ങൾ മാത്രമേ അവന്റെ കൂടെയുള്ളൂ. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനായി പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഹീറോ ഈ ജോലിയിലേക്ക് വരാനായി നിന്ന ദിവസത്തെക്കുറിച്ചാണ്. അന്ന് ഈ ജോലിയുടെ ഇന്റർവ്യൂക്ക് പോകുന്നേരം കയ്യിലെ CV-യിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പോലെയുള്ള, അതായത് ഗൗരവത്തിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കാനായി തൊട്ടടുത്തുണ്ടായിരുന്ന സ്റ്റുഡിയോയിലേക്ക് ചെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കും. എന്നാൽ ഈ ഒരു ചിരിയായിരുന്നു ഹീറോയുടെ ജീവിതത്തിൽ അവസാനമായി ആത്മാർത്ഥതയോടെ ചിരിച്ചിരുന്നൊരു ചിരി. അതിനുശേഷം ഒരിക്കലും ഇതുപോലെ ചിരിക്കാനായി പറ്റിയിട്ടേ ഇല്ല. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് എ കമ്പനി മാൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.